ഇന്നത്തെ ധർണയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾ BJP നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ചാണ് സഞ്ജിത്ത് വളരെ കുറഞ്ഞ വാക്കുകളിൽ CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് സഞ്ജിത്ത് ഇവിടെ പരാമർശിച്ചത്. അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ത്യൻ ഭരണഘടനയാണ്. അടിസ്ഥാനപരമായ പ്രശ്നം അതിനോടൊരു എതിർപ്പ് നമ്മൾ വളരെ ശക്തമായി ഉന്നയിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കപ്പെടും എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഡൽഹി സമരത്തിൻ്റെ കാതലായ അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനയെ തകർക്കാനുള്ള പരിശ്രമത്തിനെതിരായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിന്ന് നടത്തുന്നത്. എന്താണ് ഇന്നത്തെ ഒരു നിലയിൽ നമ്മുടെ രാജ്യത്ത് ഈ സാമ്പത്തികമായ മുറുക്കം കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താണ് എന്ന് വളരെ ശാന്തമായി എനിക്കറിയാവുന്ന ഭാഷയിൽ പതിഞ്ഞ് ലളിതമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു മുന്നണിയുടെ ഭരണത്തെ ഇന്ത്യയിൽ അവസാനിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആണ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യം. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് 2 തവണ വന്നു, ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പണിയെടുക്കുന്ന ആളുകളും തൊഴിലാളികളുമാണ്. ആ തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ പങ്കെടുക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ, നല്ല ശതമാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ പേരെന്നല്ലട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, എങ്കിലും കുറച്ചധികം ആളുകൾ സിറ്റിയിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് ചുമട്ടുതൊഴിലാളികളാണ്. നിങ്ങൾ ഈ കേരളം വിട്ട് എവിടെയെങ്കിലും, ജേക്കബേട്ടന് കുറച്ചും കൂടി അറിയാൻ പറ്റും, എൻ്റെ ശ്രദ്ധയിൽ ഞാൻ കണ്ടിട്ടില്ല, കേരളം വിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും ഇങ്ങനെ സംഘടിതമായ, എന്താ ജേക്കബേട്ടൻ എനിക്കറിയില്ല, സംഘടിതമായ ലേബർ ബോർഡുള്ള എന്താ അശ്വപിക്ക ഇല്ല, ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പൂളുകളൊക്കെ ഉള്ള, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഒരു കടയുടെ പുറത്ത് സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും ഒക്കെ കഴിയുന്ന സംവിധാനങ്ങളുള്ള ഒരു ചുമട്ടുതൊഴിലാളിയുടെ സംവിധാനം കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അതൊരു പോയിന്റാണ്. നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ള സഹാക്കൾ കുറേ പേര് പുറകിൽ നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ കാലം മുമ്പ്, ഒരു 2-3 കൊല്ലം മുമ്പ്, എല്ലാ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെയും മുമ്പിൽ BMSൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ സാധാരണ സംഘടിത തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളിൽ ഓട്ടോറിക്ഷക്കാരെയും കൂടി ഉൾപ്പെടുത്തി. ഇപ്പം എങ്ങോട്ട് പോയത്? നമ്മളിത് മറവി എന്ന് പറയുന്നത് ചെറിയ സാധനമല്ല. 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞല്ലേ, അതുപോലെയാണിത്. നടന്നില്ല. കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ട്. CITUവിന് AITUCക്ക് പ്രാമുഖ്യമുള്ള ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ചെന്നൈയിൽ പോലും ഞാൻ കണ്ടു, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയൊക്കെ വലിയ സംഘടനയും അവരുടെ ഇടപെടലൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലേതുപോലെ ഉള്ള ഒരു ഇടപെടൽ ശേഷി വേറെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പം നമ്മുടെ വഴിയോര കച്ചവടക്കാരുണ്ട്, ഷൺമുഖ സഖാവിടെ ഇരിക്കുന്നുണ്ട്, ഉസ്മാൻ്റെ വരവൊക്കെ ഞാൻ കണ്ട്. പ്രധാനമായിട്ട് ഉസ്മാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മുമ്പിൽ അവരുടെ ഒരു ശക്തി കാണിക്കലാണ്. ഇത്രയും പേര് ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ജാഥ നടത്തിയത്. നമ്മൾ കേന്ദ്ര നിയമപ്രകാരം വഴിയോര കച്ചവടക്കാരുടെ നിയമമുണ്ടാക്കി, ബൈലോ ഉണ്ടാക്കി, നമ്മൾ പല കാര്യങ്ങളും ചെയ്തു. എന്നിട്ടും നമ്മളെല്ലാവരും കൂടി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടില്ല. കാരണം ചില കാര്യങ്ങൾ നിയമപ്രകാരം ചെയ്ത് ആളുകളെ പുനരധിവസിപ്പിക്കുന്നത് കൂടി ഉൾപ്പെടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. മുല്ലശ്ശേരി കനാലിൽ കുറേ അധികം വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. ആ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞ അന്നത്തെ, ഞാനിപ്പോഴും പറയും, അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട് ബാജി, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ. അയാൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനോട് പറഞ്ഞു, അടുത്ത മാസം മേയർ ഇവരെ ഒന്ന് മാറ്റി തന്ന 3 മാസം കൊണ്ട് ഞാൻ ഈ കാനമണി തീർത്തേക്കാന്ന്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാനാണ് ഞാനിത് പറഞ്ഞത്.
3 മാസം കൊണ്ട് അദ്ദേഹം കരുതിയത് ഒരിക്കലും നമ്മൾ മാറ്റൂലെന്നാണ്. നമ്മൾ ഇവരുടെയും കൂടി സഹകരണത്തോടു കൂടി ഇവർക്ക് കുറച്ചുകൂടി നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഫയലുകളൊക്കെ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. മാർക്കറ്റിലെ ആളുകളെ മുഴുവനും പുനരധിവസിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എന്തേ നമ്മൾ അങ്ങനെ ചെയ്യാൻ കാര്യം? മറ്റേ മുല്ലശ്ശേരി കനാൽ ഇപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? അതിന് കാരണം ഞാൻ CPIM-ന്റെ പ്രവർത്തകനായ മേയറാണ്, LDF-ന്റെ മേയറാണ്. നമ്മൾ ഈ തൊഴിലാളി സംഘടനകളെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ കേരളത്തിലെ കൂലി, നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളോട് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നൊരു കാര്യം നിങ്ങൾ TV ചർച്ച ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചില ആൾക്കാർ, വിവരമുള്ള ആളുകൾ നമ്മളെ ആക്ഷേപിക്കുന്ന കേട്ടിട്ടില്ലേ? കേരളത്തിലെ എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടല്ലോ, ഞാൻ അധികം നേരം പ്രസംഗിക്കൂല. കേരളത്തിലെ മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും, ഇന്നും പറഞ്ഞവർ, കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും പുറത്തേക്ക് പോവുകയാണ്. ഞാൻ അംഗീകരിക്കുന്നു. മുഴുവൻ പേരല്ല, ഒരു നല്ല ശതമാനം ആളുകൾ പുറത്ത് ശ്രമിക്കുന്നുണ്ട്. എന്ത് ജോലിക്കാണ് ശ്രമിക്കണത്? നഴ്സാകാൻ അല്ലേ? നല്ല പദവിയിലുണ്ട് പുറത്ത്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്. അതിനിടയിൽ സാധാരണ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. സാധാരണ ജോലി ചെയ്യുന്ന ആളുകളൊന്നും മോശക്കാരല്ല. ഇവിടേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടും എന്ന് തീരുമാനിച്ചിട്ട് അവരെങ്ങോട്ടാ പോണത്? വിദേശത്തേക്കാണ്. എൻ്റെ സംശയം, എന്തുകൊണ്ട് അവർ ഗുജറാത്തിലേക്ക് പോകുന്നില്ല പണിയെടുക്കാൻ? എന്തുകൊണ്ട് അവർ മഹാരാഷ്ട്രയിലേക്ക്? പണ്ടൊക്കെ പോയിരുന്നല്ലോ, പണ്ട് പോയിരുന്നു. ഈ കേരളത്തിൽ നിന്ന് തന്നെ പോയിരുന്നല്ലോ. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ബോംബേക്കല്ലേ, പഴയ ബോംബെ എന്നല്ല പറഞ്ഞല്ലേ പോയിരുന്നത്. എന്നാലോ ഇപ്പോൾ ഒരു പ്രത്യേകത എന്താ? പുറത്തുള്ള മുഴുവൻ ആളുകളും സാധാരണ ജോലി ചെയ്യാൻ വരുന്ന സ്ഥലം എവിടെയാ? പറയൂ നിങ്ങൾ. കേരളമല്ലേ? അതെന്താ കാര്യം? കേരളത്തിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ മേഖലയിലുമുള്ള ശമ്പളമാണ് കാരണം. നമ്മൾ 10 രൂപയ്ക്ക് ഊണ് കൊടുത്തിരുന്ന സമൃദ്ധിയില്ലേ, 10 കൂട്ടി സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചപ്പോൾ 20 ആക്കി. അങ്ങനെ പോവുള്ളൂ, അല്ലാണ്ട് ആജീവനാന്തം സർക്കാരിന് പിന്തുണയ്ക്കാനൊന്നും പറ്റില്ല. അവിടെ 74 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ശമ്പളം 20,000 രൂപയാണ്. എന്ത് 20,000 രൂപ തീരുമാനിക്കണത്? കേരളത്തിലൊരു 20,000 രൂപയെങ്കിലും ഇല്ലാതെ ആളുകൾക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിലും താഴെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ, പല സ്ഥലത്തും. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതിലേക്ക് നമ്മൾ എത്തിയതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഇവിടെ നേരത്തെ സഞ്ജിത്ത് പറഞ്ഞു, ഭൂമിയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഒറ്റ കാര്യം നിങ്ങളോട് പറയാം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭവനമില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കണമെന്ന് തീരുമാനിച്ച ലൈഫ് മിഷൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പൊ കോർപ്പറേഷന്റെ മുമ്പിലുള്ള പ്രശ്നം, സ്വന്തമായി ഭൂമിയുള്ള മിക്കവാറും ആളുകൾ വീട് വെച്ചു അല്ലേ, എല്ലാ സ്ഥലങ്ങളിലും. ഇനിയുള്ള പ്രശ്നം എന്താ? ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രളയമാണ് ലൈഫ് ലിസ്റ്റിൽ. ശരിയല്ല ഞാൻ പറയണത്? ഇവിടെ ഒരു ചെറിയ കടയിൽ ജോലിക്ക് വരുന്ന ആളുകൾ, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന, ഇപ്പൊ P&D കോളനിയെ പോലത്തെ ആൾക്കാരുണ്ട്. ആ ആളുകൾക്ക് ഇവിടെ നമ്മുടെ ഈ നഗരത്തിൽ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ കോർപ്പറേഷൻ സ്ഥലമെടുത്തിട്ട് വീട് വെച്ച് കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു ദിവസം പറഞ്ഞു, മറ്റ് സ്ഥാപനങ്ങളുടെ സ്ഥലം എടുത്ത് കളക്ടറുടെ കൂടി സഹായത്തോടുകൂടി വരാതെ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് കളക്ടറായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ യോഗം വിളിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുമായുള്ള യോഗം ഞാൻ വിളിക്കാൻ തയ്യാറാണ്. അതെന്താ കാരണം? എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതും സഖാവ് പിണറായി വിജയനെ കൊണ്ട് അനുകൂലമായി പ്രതികരിക്കുന്നതിന് പിന്നിൽ പിണറായി വിജയൻ ഈ സുധാകരനെ ആക്ഷേപിക്കുന്നത് പോലെ മുണ്ടയിൽ കോരൻ്റെ മകനായതുകൊണ്ടല്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനായതുകൊണ്ടല്ല, രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെയോ ഞങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി നിൽക്കാതെ വന്നാൽ, ഇന്നലെ ജോസ് തെറ്റയിലും കൂടി പങ്കെടുത്ത കുമ്മനം രവി പോയാ, കുമ്മനം രവി മൊബൈൽ നോക്കാതിരിക്കാനാണ് ഇനി അടുത്ത പോയിന്റ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായി നിന്നിരുന്ന 57 ഗവൺമെന്റിനെ അവർ അട്ടിമറിച്ചു. സഞ്ജിത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനിനി
അതിനേക്കാൾ പ്രധാനപ്പെട്ട ആൾക്കാരെ കുമ്മനം നബിയെ പറ്റിയാ പറയാൻ പോണത്. ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈ നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ ജനാധിപത്യ ശക്തികളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കടന്നപ്പള്ളിക്ക് ഇവിടെ ഒരു കസേര വന്നത്. ഇന്നലെ നമ്മൾ കടന്നപ്പള്ളിക്ക് സ്വീകരണം കൊടുത്തു. അങ്ങനെയാണ് ജനതാദൾ വന്നത്. അങ്ങനെയാണ് എല്ലാ ജനാധിപത്യ കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായത്. നിങ്ങൾ ഓർമ്മയുണ്ട, കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്, KM മാണിയുടെ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇതേ മാധ്യമങ്ങൾ, മറക്കരുത് നിങ്ങൾ, ഇതേ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായ മുഴുവൻ ആളുകളുടെ മനസ്സിലേക്ക് തീ കോരിയിടാൻ ശ്രമിച്ചു. എന്തിനത്? കേരള കോൺഗ്രസ് ഈ മുന്നണിയിലേക്ക് വരരുതെന്ന് തീരുമാനിക്കാൻ. പക്ഷെ കേരള കോൺഗ്രസ് ഈ മുന്നണിയിലേക്ക് വന്നു. കേരള കോൺഗ്രസ് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായപ്പോ രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം കേരള കോൺഗ്രസ് കൂടി വന്നതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായി തുടരുന്നതിന് വേണ്ടി, ഒരുപാട് പേര് മന്ത്രിമാരായി തുടരുന്നതിന്, ഒരാൾ മേയറാകുന്നതിന് വേണ്ടിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബദൽ കാഴ്ചപ്പാടും വികസന നയവും ഈ കേരളത്തിൽ സുസ്ഥിരമായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പിന്നിൽ, ഞങ്ങൾ അങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം അതാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകുന്നത് ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് നേരത്തെയും തെളിയിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 5 കൊല്ലവും തെളിയിച്ചിട്ടുണ്ട്. ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ സമരം. അങ്ങനെ നമ്മുടെ നാട്ടിലെ തൊഴിലാളിയുടെ സംഘടിതമായ ശേഷിയെ ആരുടെയും മുമ്പിൽ പണയം വയ്ക്കില്ല എന്ന തീരുമാനമാണ്.